السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ് അതിൻ്റെ ദറസ് തുടരുകയാണ്. അദ്ദേഹം പറയുന്നു, ഖാല ഇബ്നു മസ്ഊദ് മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി അലൈഹാ ഖാതിമുഹു ഫല്യഖറ ഖൗലുഹു തആല ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈആ ഇലാ ഖൗലിഹി വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ അറാദ ആരത്തൻ ഉദ്ദേശിക്കുന്നുവോ അയ്യൻദുറ അവൻ നോക്കുന്നതിന് ഇലാ വസിയ്യത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വസിയ്യത്തിലേക്ക്, ഉപദേശത്തിലേക്ക്, അല്ലത്തി എങ്ങനെയുള്ള അലൈഹ ഖാതിമുഹു അവസാനം, അതായത് മരണ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ വസിയ്യത്തിലേക്ക് നോക്കണം, അല്ലെങ്കിൽ വസിയ്യത്ത് നോക്കണം, അറിയണം എന്നുള്ളവർ എന്ത് ചെയ്യണം? എന്താണ്? നേരത്തെ നമ്മൾ സംസാരിച്ചതാണ്, നേരത്തെ നമ്മൾ കണ്ടതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണം ആസന്നമായ സമയത്ത് എന്തോ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ വസിയത്ത് എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് പലരും വേവലാതിപ്പെട്ടപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്, നിങ്ങൾക്ക് ഖുർആൻ മതി എന്ന്. അപ്പോൾ ആ ആശയം തന്നെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് ഉദ്ദേശിക്കുന്നവർ, വസിയത്ത് എന്താണ് എന്ന് അറിയണമെന്നുള്ളവർ ഇതാ ഈ ആയത്തുകൾ പരിശോധിക്കൂ. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈആ എന്ന് മുതൽ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ അൻആമിലെ ഇതുവരെ ചർച്ച ചെയ്ത ആയത്തുകൾ നോക്കാനാണ് പറയുന്നത്. തുടർന്ന് പറയുന്നത് വഅൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഖാൽ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, كنت رديف النبي صلى الله عليه وسلم على حمار فقال لي يا معاذ أتدري ما حق الله على العباد وما حق العباد على الله؟ قلت الله ورسوله أعلم. قال حق الله على العباد أن يعبدوه ولا يشركوا به شيئا وحق العباد على الله أن لا يعذب من لا يشرك به شيئا. قلت يا رسول الله أفلا أبشر الناس؟ قال لا تبشرهم فيتكلوا. أخرجاه في الصحيحين. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞു, കുന്തു റദീഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ, ഒരു യാത്രയിൽ ഞാൻ കഴുതപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലായിരുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് മുന്നിൽ നയിക്കുന്നത്. ഫഖാല ലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ മുആദ്, ഓ മുആദ്, അതദ്രി, നിനക്കറിയാമോ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, ദാസന്മാർക്ക് മേൽ അല്ലാഹുവിൻ്റെ ഹഖ് എന്താണ് എന്ന്. അതായത് അള്ളാഹുവിനോടുള്ള ബാധ്യത ദാസന്മാർക്ക് എന്താണ് എന്ന്. അതേപോലെ വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അതേപോലെ ഇബാദിന്, അള്ളാഹുവിന് മേൽ ഇബാദിനുള്ള ഹഖ് എന്താണ് എന്ന്. ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവും അവൻ്റെ റസൂലിനും കൂടുതൽ അറിയാം എന്ന്, ഏറ്റവും അറിയാമെന്ന്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി, അള്ളാഹുവിൻ്റെ ഹഖ് അലൽ ഇബാദ്, ഇബാദിന് മേൽ ഉള്ള കാര്യം എന്താണ്? അയ്യഅ്ബുദൂഹു, അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു അവകാശമാണ്, റൈറ്റ് ആണത്. അപ്പോൾ ഇബാദുകൾ എന്ത് ചെയ്യണം? അടിമകൾ എന്ത് ചെയ്യണം? അയ്യഅ്ബുദൂഹു, അവനെ ആരാധിക്കുക എന്നത്, വലാ യുശ്രികു ബിഹി ഷൈആ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന്. ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി, ഇബാദിന്, അടിമകൾക്ക് അള്ളാഹുവിന് മേലുള്ള ഹഖ് എന്നത് എന്താണ്? അല്ലാ യുഅദ്ദിബ, അള്ളാഹു ശിക്ഷിക്കരുത് എന്ന്. മൻ ലാ യുശ്രിക ബിഹി ഷൈആ, അവനിൽ ഒന്നും പങ്കു ചേർക്കാത്തവനെ, ഒരു ശിർക്കും ചെയ്യാത്തവനെ ശിക്ഷിക്കരുത് എന്നത് അത് ഇബാദിനുള്ളൊരു റൈറ്റ് ആണ്. അത് അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നതാണ്. കൊൽത്തു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ആര്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അഫലാ ഉബശ്ശിറു നാസ, ഞാൻ ജനങ്ങൾക്ക് ഈ വാർത്ത, സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ എന്ന്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിർഹും, അവരെ ഈ സന്തോഷ വാർത്ത അറിയിക്കണ്ട. ഫയത്തക്കിലു, അങ്ങനെ അറിയിച്ചാൽ അവർ അതിന്മേൽ അങ്ങ് തവക്കുലാക്കും, വേറെ സൽക്കർമ്മങ്ങളൊന്നും കൂടുതൽ ചെയ്യില്ല എന്നതായിരിക്കാം. അഖ്റജാഹു ഫി സ്വഹീഹൈൻ. ഇനി ഷറഹിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ ഈ ഭാഗത്തെ വിശദീകരിച്ച് പറയുന്ന ഭാഗമാണ് നമ്മൾ
നോക്കുന്നത്. ഫഖൗലു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മൻ അറാദ അൻ യൻദുറ ഇലാ വസിയത്തി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി അലൈഹാ ഖാതിമുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ വസിയത്ത് നോക്കണം എന്നുള്ളവർ, അങ്ങനെ ഉദ്ദേശമുള്ളവർ എന്ന് പറഞ്ഞാലോ, യാനി ഉദ്ദേശിക്കുന്നത് അല്ലദീ തഅവ്വദ അൻ ഹാദിഹിൽ കിതാബത്തി അല്ലതി ഹമ്മ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ ഉദ്ദേശിച്ച കിതാബത്ത്, ആ വസിയത്ത് എഴുത്ത്, അതിന് പകരം ഇത് നോക്കാനാണ് ആരുദ്ദേശിച്ചത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. ഏതാണ്? സൂറത്തുൽ അൻആമിലെ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ആയത്തുകൾ. ഫല്യഖ്റ ഹാദിഹിൽ ആയാത്ത്, അവൻ അങ്ങനെ ഉദ്ദേശിക്കുന്നവൻ, അല്ലാഹു റസൂലിന്റെ വസിയത്ത് അറിയണമെന്ന് ഉദ്ദേശിക്കുന്നവൻ ഈ ആയത്തുകൾ പാരായണം ചെയ്യട്ടെ. ലിഅന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൂസി ഇല്ലാ ബികിതാബില്ലാഹ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ഗ്രന്ഥം, അല്ലാഹുവിൻ്റെ കിതാബ്, വിശുദ്ധ ഖുർആൻ കൊണ്ടല്ലാതെ വസിയത്ത് ചെയ്യുകയില്ല. വഅയ്ളൻ അർ-റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുമുണ്ട്, എന്ത്? ഇന്നി താരിക്കും ഫീക്കും മാ ഇൻ തമസ്സക്തും ബിഹി ലൻ തദില്ലു മിൻ ബഅദി കിതാബുല്ലാഹി വസുന്നതി. ഇന്നി താരിക്കും ഫീക്കും, ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നവനാണ്. മാ ഇൻ തമസ്സക്തും ബിഹി, അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം, ലൻ തദില്ലു, ഒരിക്കലും നിങ്ങൾ വഴികേടിലാകുകയില്ല, മിൻ ബഅദി, എൻ്റെ കാലശേഷം, കിതാബുല്ലാഹി, അല്ലാഹുവിൻ്റെ കിതാബും, വസുന്നതി, എൻ്റെ ചര്യയുമാണത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കിതാബ്, അതായത് വിശുദ്ധ ഖുർആനും എൻ്റെ ചര്യയും എൻ്റെ സുന്നത്തും, നിങ്ങൾ എൻ്റെ നടപടിക്രമം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല എന്ന്. ഫൽഹംദുലില്ലാഹ്, അതിനാൽ അള്ളാഹുവിന് സർവസ്തുതിയും. ഇൻദനാ മാ ഔസാ ബിഹി അർ-റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്നഹു ഔസാനാ ബിത്തിബാഇ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻദനാ, നമ്മുടെ പക്കലുണ്ട്, എന്ത്? മാ ഔസാ ബിഹി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയത്ത് ചെയ്തതെന്തോ അത് നമ്മുടെ കയ്യിലുണ്ട്. ലിഅന്നഹു, കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാന, നമ്മോട് വസിയത്ത് ചെയ്തു, ബിത്തിബാഇ കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബ് പിന്തുടരാൻ, വിശുദ്ധ ഖുർആൻ പിന്തുടരാൻ, വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ്റെ റസൂലിൻ്റെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുന്നത്ത് ചര്യ പിന്തുടരാനും. ثم ساق الشيخ رحمه الله حديث معاذ والكلام عليه أن نقول. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊണ്ടുവരുന്നത് എന്താണ്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹുവിൻ്റെ ഹദീസാണ്. നമ്മൾ കണ്ടല്ലോ ആ ഹദീസ്, അതേ സംബന്ധിച്ചുള്ള സംസാരം. ഫി ഹാദൽ ഹദീസിൽ അദീം, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ തുടർന്ന് പറയാണ്, ഈ മഹത്തായ ഹദീസിലുണ്ട് ഫളീലത്തുൻ ലി മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ഫളീലത്ത്, ശ്രേഷ്ഠതയുണ്ട്, പോരിശയുണ്ട്. വഫളായിലുഹു കസീറത്തുൻ, അദ്ദേഹത്തിൻ്റെ പോരിശ, അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്നത് ധാരാളമാണ്. വഹു മുആദ് ബിൻ ജബൽ അൽ ഖസ്റജി അൽ അൻസാരി, അദ്ദേഹത്തിൻ്റെ പേര് അതാണ്. അഹദു ഔഇയത്തുൽ ഇൽം, ഇൽമിൻ്റെ വിജ്ഞാനത്തിൻ്റെ പാത്രങ്ങളിലൊന്ന് ആണ്. വഅഅലമു ഹാദിഹിൽ ഉമ്മ ബിൽ ഹലാലി വൽ ഹറാം, ഹലാൽ ഹറാമുകളെ സംബന്ധിച്ച്, അനുവദനീയമായതെന്തോ നിഷിദ്ധമായതെന്തോ എന്നത് സംബന്ധിച്ച് ഈ ഉമ്മത്തിലെ ഏറ്റവും അറിവുള്ള പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. وقد استخلفه النبي صلى الله عليه وسلم على مكة لما فتحها قاضيا معلما. മക്ക ഫതഹ് ആയപ്പോൾ, മക്ക വിജയം കൈവരിച്ചപ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധിയായി അദ്ദേഹത്തെ നിയോഗിച്ചു, ഖാദിയും മുഅല്ലിമുമായിട്ട്, ജഡ്ജിയും അധ്യാപകനുമായിട്ട്. ثم أرسله أيضا في السنة التاسعة أو العاشرة إلى اليمن قاضيا ومعلما. പിന്നീട് യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 9 അല്ലെങ്കിൽ 10 വർഷം എന്തായിട്ട് വെച്ചു? ഖാദി മുഅല്ലിമുമായിട്ട് എവിടേക്ക് അയച്ചു? യമനിലേക്ക് അദ്ദേഹത്തെ അയച്ചിട്ടുണ്ട്. അതേപോലെ ഫഅർസലഹു ഉമർ ഇല ഷാമി ഖാദിയൻ വമുഅല്ലിമൻ, അതേപോലെ ഷാമിലേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖാദി മുഅല്ലിമുമായിട്ട് അയച്ചിട്ടുണ്ട്. ഫതുഫിയ ഹുനാക, അവിടെ അദ്ദേഹം മരിച്ചു, റളിയല്ലാഹു തആല അൻഹു ഫി ഷാമി ഫി തഊൻ ഉംവാസ് അൽ മഷ്ഹൂർ. അവിടെ തഊൻ പിടിപെട്ടുകൊണ്ട്, മാറാരോഗം പിടിപെട്ടുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഷാമിൽ മരിക്കുകയാണ് ഉണ്ടായത്. ഫതായി റളിയല്ലാഹു അൻഹു. ഖൗലുഹു, ഇനി ഇവിടെ ഹദീസിൽ വന്നിട്ടുള്ള വചനം ആര്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഖാല കുന്തു റദീഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റദീഫായിരുന്നു, പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിറകിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാനി റാകിബൻ മഅഹു, നബിയോടൊപ്പം യാത്ര ചെയ്യാന്നുള്ളതാണ്. അലാ ഹിമാരിൻ, ഹിമാർ ഹദാ ഫീഹി തവാദു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅന്നഹു യർകബുൽ ഹിമാറ, ഇവിടെ കഴുതപ്പുറത്താണ് പോകുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവാദു, വിനയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇവിടെ കഴുതയെ
പിന്നെ നയിക്കുന്നത്. സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരാണ് അവരെന്നിരിക്കെ തന്നെ അവിടുന്ന് പിന്നെ അവരുടെ നബിയുടെ തവാദു ആണ് സൂചിപ്പിക്കുന്നത്. തവാദുഹു അയ്ളൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഇർദാഫി സാഹിബിഹി മഅഹു. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനെ കൂട്ടി നേരെ പിറകിലിരുത്തി എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തവാദു വിനയം സൂചിപ്പിക്കുന്നു. ജവാസുൽ വഫീഹി, അതിൽ ഈ ഹദീസിലുണ്ട് തെളിവ് എന്ത്? ജവാസുൽ ഇർദാഫി അല ദാബത്തി, ഒരു മൃഗത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്യുമ്പോൾ പിറകിൽ ഒരാളെ ഇരുത്താമെന്ന് ഉണ്ട്. എന്ത്? ഇതാ കാലത്ത് തുതിയക്കുതാലിക്ക, ആ മൃഗത്തിന് അത് സാധിക്കില്ലെങ്കിൽ പാടില്ല, ഹറാമാണ്. വലയഷുക്വാലിഹ, ആ മൃഗത്തിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എങ്കിൽ. ഇനി ഫഖാലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ മുആദ്, ഓ മുആദ്. ഇവിടെ വിശദീകരിക്കുകയാണ്, അറാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഅല്ലിമഹു ഹാദൽ ഹുക്മൽ അദീം, ഒരു മഹത്തായ ഈ ഹുക്മ, ഇപ്പോൾ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ ഹുക്മ പഠിപ്പിക്കാനാണ്, വിധി പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിധി പഠിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. വലാകിന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അറാദ അൻ യുൽഖിയഹു ഇലൈഹി ബിത്വരീഖത്തി സുആലി വൽ ജവാബ്. സുആൽ വൽ ജവാബ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്. ത്വരീഖത്തിൽ സുആലി വൽ ജവാബ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, ചോദ്യോത്തര രീതി അവലംബിക്കാനാണ് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത് ഉദ്ദേശിച്ചത്. അപ്പോൾ നേരെ സമയം കാര്യം പറയാതെ ഒരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് പിന്നെ ആരെയാണോ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയിൽ എന്തുണ്ടാകുക, ഒരു ആകാംക്ഷ, എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാക്കുക, എന്നിട്ട് ഉത്തരം പറയുക. അതാണ് ചോദ്യോത്തര രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ ചിന്തിക്കാനും ശ്രദ്ധ ഉണ്ടാവാനും പറ്റുമെന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പഠിപ്പിക്കുന്നതിൽ എന്ത് എഡ്യൂക്കേഷൻ്റെ പല മെത്തേഡ്സ് പറയുന്നുണ്ടല്ലോ, മെത്തഡോളജിക്ക്. അപ്പോൾ അതിൽ പഠിപ്പിക്കുന്നതിൽ എഡ്യൂക്കേഷനിസ്റ്റ് പറയുന്ന വിജയകരമായിട്ടുള്ള മാർഗങ്ങളിൽ ഒന്നാണ് എന്ത്? തുരീഖത്തു സുആലി വൽ ജവാബ്, ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ്, ചോദ്യോത്തര രീതി എന്നത്. لأنك لما تسأل الطالب عن شيء يجهله ثم يتطلع إلى الجواب أحسن من أن تلقي إليه المسألة ابتداء. അതായത് നീ ഇപ്പോൾ ഒരു കാര്യം വിദ്യാർത്ഥിയിലേക്ക് ഒരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് ജവാബ് കിട്ടാൻ വേണ്ടി അതിലേക്ക് വരുത്തണം അയാളെ, ആ വിദ്യാർത്ഥിയെ. അത് ഒറ്റയടിക്ക് നേരത്തെ തുടക്കത്തിൽ ഇബ്തിദാഇ തന്നെ അയാൾക്ക് മസ്അല പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ്. ആദ്യമേ മസ്അല പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ അത് മാനസികമായിട്ട് അത് സ്വീകരിക്കാൻ ചിലപ്പോൾ തയ്യാറായിട്ടുണ്ടാവില്ല. ആ തയ്യാറെടുപ്പില്ലാതെ നേരത്തെ തന്നെ ആദ്യമേ കാര്യത്തിലേക്ക് വന്നാൽ ഒരു പക്ഷേ അത് അത്രമാത്രം ഗ്രഹിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല, സാധ്യമായിക്കൊള്ളണമെന്നില്ല. വഹിയ തുരീഖത്തു നബവിയത്തുൻ, ഇത് നബവിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു തുരീഖത്താണ് ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് എന്നത്. ഇസ്തഅമലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി കസീർ മിനൽ അഹ്വാൽ, ധാരാളം അവസ്ഥകളിൽ, ധാരാളം സാഹചര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അത്തദ്രീ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹി ഹാദിഹി മസ്അലത്തുൻ അദീമത്തുൻ. ഇബാദിന് മേൽ അല്ലാഹുവിൻ്റെ ഹഖ് എന്താണ്, അതേപോലെ അല്ലാഹുവിന് മേൽ ഇബാദിൻ്റെ അടിമകളുടെ ഹക്ക് എന്താണ്, ഇത് മഹത്തായ ഒരു മസ്അല, ഒരു വിഷയമാണ്. ഹദീസിൽ ഖുൽതു, ഞാൻ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നവർ. ഹാദാ ഫീഹി, ഇതിനുണ്ട് തഅദ്ദുബു ത്വാലിബിൽ ഇൽമി ഫി അന്നഹു ഇദാ സുഇല അൻ ഷൈഇൻ വഹുവ ലാ യഅരിഫുഹു. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തുണ്ട്, ഇവിടെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം, ത്വാലിബുൽ ഇൽമി, വിദ്യാർത്ഥി, വിജ്ഞാനം അന്വേഷിക്കുന്ന, അന്വേഷണ കുതുകി, വിജ്ഞാനം അന്വേഷിക്കുന്നവൻ, എന്ത് അയാൾക്ക് അറിയാത്തൊരു കാര്യത്തെപ്പറ്റി ചോദിക്കപ്പെട്ടാൽ, അയാൾ ചോദിച്ചാൽ എന്താണ്, അയാൾ എന്ത് പറയണം? അയ്യഖൂല അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അറിയാമെന്ന്. വലാ യുദ്ഖിലു തറഖസു ഫി ഷൈഇൻ ലാ യഅരിഫുഹു ബൽ യകിലുൽ ഇൽമ ഇലാ ആലിമിഹി, ഇൽമ് അത് അറിയുന്ന ആളിലേക്ക് അയാൾ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ, അയാൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ട, തെറ്റായ ഉത്തരങ്ങളൊന്നും പറഞ്ഞു കൊടുത്ത് വഴി തെറ്റിക്കരുത്, അറിയുന്ന ആളുകളിലേക്ക് നയിക്കാണ് വേണ്ടത് എന്ന്. ഹാദിഹി അയ്വൻ മിൻ തുറുഖി തഅല്ലുമി നാജിഹത്തി, ഇതും സക്സസ്ഫുൾ ആയിട്ടുള്ള, വിജയകരമായിട്ടുള്ള പഠന രീതിയാണ്. ഹിയ അന്നൽ ഇൻസാൻ ഇദാ സുഇല അൻ ഇൽമിൻ ലാ യഅലമുഹു ഔ അൻ മസ്അലത്തിൻ വഹുവ ലാ യഅരിഫുഹ, ഒരാൾക്ക് അറിയാത്ത ഒരു ഇൽമ് അല്ലെങ്കിൽ ഒരു മസ്അല, അയാൾക്ക് അറിയാത്തൊരു മസ്അല
അയാളോട് ചോദിക്കപ്പെട്ടാൽ ലാ യഹ്മിലുൽ അംഫത ബി അല്ലാ യഖൂല ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറയാൻ പറയുന്നതിന് അയാൾ മടി കാണിക്കരുത്. അത് ഒരു പൊങ്ങച്ചം കൊണ്ട് അങ്ങനെ പറയാതിരിക്കരുത് എന്നതാണ്. ബൽ യഖൂലു ലാ അദ്രി, പക്ഷെ അവൻ എന്ത് പറയണം? ലാ അദ്രി എന്ന് പറയണം. ഔ യഖൂൽ അല്ലാഹു അഅലം, അല്ലെങ്കിൽ അവൻ അല്ലാഹു അഅലം, അല്ലാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയാന്ന് പറയും. അതിൽ യാതൊരു മോശമല്ല, ഒരു പ്രശ്നമല്ല. കാരണം അവനറിയാത്തവർ അറിയില്ല എന്ന് തുറന്നു പറയാം. ബൽ ഹാദാ യദുല്ലു അലാ ഫദ്ലിഹി വ വറഇഹി വ അദബിഹി മഅ അല്ലാഹി സുബ്ഹാനഹു വ തആല വ അദബുഹു മഅൽ മുഅല്ലിം. ഇത് അവൻ്റെ എന്താ സൂചിപ്പിക്കുക? അവൻ്റെ ശ്രേഷ്ഠതയും അവൻ്റെ അതിസൂക്ഷ്മതയും അവൻ്റെ അദബുമാണ് സൂചിപ്പിക്കുക. അതേപോലെ അള്ളാഹുമായിട്ടുള്ള അവൻ്റെ അദബ്, മുഅല്ലിമുമായിട്ടുള്ള അവൻ്റെ അദബ്. വഖദ് സുഇല ഇമാം മാലിക് അൻ 40 മസ്അല, ഇമാം മാലിക് റഹിമഹുല്ലാ 40 മസ്അലകളെ പറ്റി ചോദിക്കപ്പെട്ടു ഒരിക്കൽ. ഫഅജാബ അൻ 4 മസായിലിൻ മിൻഹ, അപ്പോൾ അതിൽ നിന്ന് 4 മസ്അലകൾക്കുള്ള മറുപടി പറഞ്ഞു. എന്നിട്ട് വഖാല അനിൽ ബഖിയ, ബാക്കി അവശേഷിക്കുന്ന 36 പറ്റി അദ്ദേഹം പറഞ്ഞു ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഫഖാല സായിൽ, അപ്പോൾ ചോദ്യകർത്താവ് പറഞ്ഞു ജിഅ്തുക മിൻ ബിലാദിൻ കദാ വകദാ, ഞാൻ ഇന്നാലിന്ന നാടുകളിൽ നിന്നാണ് വരുന്നത്. അസ്അലുക മസായിലിൻ, ഞാൻ ചില ചോദ്യങ്ങൾ മസ്അലകൾ താങ്കളോട് ചോദിക്കുന്നു. തഖൂലു ലാ അദ്രി, എന്നിട്ട് താങ്കൾ പറയുന്നു എനിക്കറിയില്ല. ഫഖാല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞു ഇർകബ് റാഹിലതക്, നിന്റെ വാഹനത്തിൽ നീ യാത്ര ചെയ്യൂ. വദ്ഹബ് ഇലാ ബലദിൽ ലദീ ജിഅ്ത മിൻഹു, നീ വന്നത് എവിടുന്നാണോ അങ്ങോട്ട് ആ നാട്ടിലേക്ക് യാത്ര ചെയ്യൂ. വഖുൽ, എന്നിട്ട് പറഞ്ഞോളൂ സഅൽതു മാലിക്കൻ വഖാൽ, ഞാൻ മാലിക്കിനോട് ഇത് ചോദിച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു. വഖാല, എന്നിട്ട് മാലിക് പറഞ്ഞു ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഹക്കദാ അദബുൽ ഉലമാ, ഇതാണ് ഉലമാക്കളുടെ അദബ്. وهذا معاذ رضي الله عنه يقول للنبي صلى الله عليه وسلم الله ورسوله أعلم. മുആദ് റളിയല്ലാഹു അൻഹു ഇവിടെ അദ്ദേഹത്തിന് അറിയാത്തൊരു കാര്യത്തെ പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അള്ളാഹു അവൻ്റെ റസൂലും ഏറ്റവും അറിയുന്നവർ എന്ന് പറഞ്ഞു. ഫഫീ ഹാദാ, ഇതിലുണ്ട് റദ്ദുൽ ഇൽമി ഇലാ ആലിമിഹി, ഇൽമ് ആലിമിലേക്ക് റദ്ദ് ചെയ്യുക എന്നത്. വഅദമു തദഖുലിൽ ഇൻസാൻ ഫി ഷൈഇൻ വഹുവ ലാ യദ്രി അൻ ഹുക്മിഹി, ഹുക്ം അറിയാത്തൊരു വിഷയത്തിൽ പ്രവേശിക്കാതിരിക്കുക എന്ന്. വല്ലാഹു തആല യഖൂൽ, അല്ലാഹു തആല പറഞ്ഞു വലാ തഖ്ഫ് മാ ലൈസ ലക ബിഹി ഇൽം. വയഖൂൽ സുബ്ഹാനഹു തആല لما ذكر المحرمات في قوله قل إنما حرم ربي الفواحش ما ظهر منها وما بطن، ختمها بقوله وأن تقولوا على الله ما لا تعلمون. وقال فمن أظلم ممن افترى على الله كذبا ليضل الناس بغير علم إن الله لا يهدي القوم الظالمين. അപ്പോൾ ഇവിടേക്ക് എന്താണ് കാര്യം? നിനക്ക് അറിയാത്ത കാര്യത്തിൽ നീ തലയിടണ്ട, അതിൽ നീ ഇടപെടണ്ട എന്ന്. അതേപോലെ മുഹറമാത്ത് പഠിപ്പിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫവാഹിഷ്, മ്ലേച്ഛവൃത്തികൾ എൻ്റെ റബ്ബ് നിരോധിച്ചിരിക്കുന്നു എന്ന് നബിയോട് പറയാം. അതിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും എന്നൊക്കെ പറഞ്ഞ ശേഷം വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യം അള്ളാഹുവിൻ്റെ മേൽ പറയുന്നതും അള്ളാഹുവിൻ്റെ മേൽ കെട്ടി ആരോപിക്കുന്നത് അത് പാടില്ല എന്ന്. അതേപോലെ ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹുവിൻ്റെ മേൽ വ്യാജം കളവ് പറഞ്ഞവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ലിയുദില്ല നാസ് ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ ജനങ്ങളെ അവൻ വഴിതെറ്റിക്കുന്നതിന്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ജനതയെ ഖൗമിനെ ഇഷ്ടപ്പെടുന്നില്ല. വൽ ആയാത്തു വൽ അഹാദീസു ഫീ ഹാദാ കസീറ, ഈ വിഷയത്തിലുള്ള ഹദീസുകളും ആയത്തുകളും ധാരാളമാണ്. ഫമൻ യുരീദു നജാത ലിനഫ്സിഹി വയുരീദു സലാമത വഅയ്ദൻ യുരീദു السلامة للناس فإنه لا يتدخل في شيء لا يعرفه لأنه يورط نفسه ويورط الآخرين معه. അപ്പോൾ ആരൊരുത്തൻ സ്വന്തം നഫ്സിന് വിജയം ഉദ്ദേശിക്കുന്നുവോ, സലാമത്ത് ഉദ്ദേശിക്കുന്നുവോ, അതേപോലെ ജനങ്ങൾക്കും സലാമത്ത് ഉദ്ദേശിക്കുന്നുവോ എങ്കിൽ അവൻ അറിയാത്ത കാര്യത്തിൽ അവൻ തലയിടണ്ട. അതാണ് അവനും അതേപോലെ മറ്റുള്ളവർക്കുമൊക്കെ സൂക്ഷ്മത എന്നതാണ്. കാരണം അവൻ തെറ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ ജനങ്ങൾ അവൻ വഴി പിഴപ്പിക്കലാവുന്നത്. ഇത് മഹത്തായൊരു മസ്അലയാണ്. യജിബു അലൈന അൻ നതഅഖലഹ, അത് ചിന്തിക്കൽ നമുക്ക് നിർബന്ധമാണ്. വാനൽ ഇൻസാനിലായ തസറഉ ഫിൽ ഇജാബത്തി അൻ ഷൈ, ഒരു കാര്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് അങ്ങ് ധൃതി കൂട്ടണ്ട. ഇല്ലാ ഇദാ കാന യഅലമുഹു തമാമൻ, പൂർണ്ണമായിട്ട് അത് അറിയുമെങ്കിൽ അല്ലാതെ. വഇല്ല ഫൽയഖിഫ് അലാ ഷാത്തി സലാമ, അല്ലെങ്കിൽ അതിൻ്റെ തീരത്ത്, ആ സമാധാനത്തിന് സലാമത്തിൻ്റെ തീരത്ത് നിൽക്കണം. അവിടെ പ്രശ്നമൊന്നുമില്ല, രക്ഷയുടെ തീരത്ത്. വലാ യദ്ഖുലു ഫീ ലിജ്ജത്തിൽ ബഹരി വഹുവ ലാ യുഹ്സിനു സിബാഹ,
അത് അവനെന്ത് ചെയ്യുക, അവന് സിബാഹത്ത്, അതായത് നീന്തൽ അറിയാതെ അവൻ ആഴക്കടലിലേക്ക് പോകേണ്ടതില്ല. ഇനി ഒരു കാര്യം കൊളുത്തു ഞാൻ പറയുന്നു, അതായത് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദുല്ലാഹ് പറയണേ, അള്ളാഹു റസൂലുഹു ആലം എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് ഏറ്റവും അറിയാം എന്ന് പറഞ്ഞില്ലേ. ആര്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ യുഖാലു ഫീ ഹയാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണ് പറയപ്പെടുക അള്ളാഹു റസൂലുഹു ആലം എന്ന്. അമ്മാ ബഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു യുഖാൽ അല്ലാഹു ആലം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അള്ളാഹു റസൂലുഹു ആലം എന്ന് പറയുന്നത് അള്ളാഹു ആലം എന്നേ പറയാവൂ. അള്ളാഹു ആണ് ഏറ്റവും അറിയുന്നവൻ. ലിഅന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഇൻതഖല മിൻ ഹാദിഹി ദാരി ഇല റഫീഖിൽ അലാ ഇല ദാരിൽ ആഖിറ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീട്ടിൽ നിന്ന്, ദുനിയാവിൽ നിന്ന് ആഖിറത്തിന്റെ ലോകത്തേക്ക്, റഫീഖുൽ ആലയിലേക്ക്, ആഖിറത്തിന്റെ ലോകത്തിൽ റഫീഖുൽ ആലയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഫയുവക്കിലുൽ ഇൽമു ഇല അല്ലാഹി സുബ്ഹാനഹു വ തആല ലിഅന്ന അല്ലാഹ സുബ്ഹാനഹു വ തആല അഅത റസൂലഹു ഇൽമൻ അദീമ. അപ്പോൾ ഇൽമ് ആരിലേക്ക് ചേർക്കണം? അള്ളാഹുവിലേക്ക് ചേർക്കണം. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ ഇൽമു പഠിപ്പിച്ചത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ. നിനക്കറിയാത്തത് പഠിപ്പിച്ചു തന്നു. നിനക്കുള്ള നിന്റെ മേൽ അള്ളാഹുവിൻ്റെ ഔദാര്യം എന്നത് മഹത്തായതാണ് എന്ന്. ഫറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദഹു ഇൽമുൻ അദീമുൻ മിൻ അല്ലാഹ്. അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ ഇൽമ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുണ്ട്. വയുജീബു ഫി ഹയാത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഉത്തരം നൽകുകയും ചെയ്യും. വലാകിൻ ബഅദ വഫാത്തിഹി ഖദ് ബല്ലഗൽ ബലാഗുൽ മുബീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓൾറെഡി എന്താണ് ഈ വ്യക്തമായ എത്തിച്ചു തരൽ, ബലാഗ്, തബ്ലീഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വാൻഹ മുഹിമ്മത്തഹു റിസാലഹു വന്തഖല ഇലാ റബ്ബിഹി അസ്സ വജൽ ഫലാ യുജീബു ഫി മസ്അല. അങ്ങനെ അല്ലാഹു റബ്ബ് അസ്സ വജലിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങി ഇരിക്കുകയാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മസ്അലക്കും ഉത്തരം നൽകുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പറയുമ്പോൾ അല്ലാഹു ആലം എന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലാഹു റസൂലുഹു ആലം എന്ന് പറയേണ്ടതില്ല.